ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്താണെന്ന് മനസ്സിലായോ? ഇതേ നമ്മളിപ്പം റൂം തുറന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പം കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇതിലും കൂടുതൽ രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി പെയ്യുന്നത് കണ്ടു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ ആയപ്പോഴും ഇതുപോലെ തന്നെ നിൽക്കുക. ഒരുപാട് കുറേ മാഞ്ഞു പോയി. വണ്ടിയൊക്കെ പോയി, റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോയിട്ട് കുറേ മാഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വീടിൻ്റെ എല്ലാം മുകളിൽ നിറച്ച് സ്നോയാണ്. ഈ 2025 ആദ്യത്തെ സ്നോഫോളാണ് കേട്ടോ. ജനുവരിയോട് കൂടി ഇവിടെ സ്നോഫോൾ തുടങ്ങി. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും ഇതിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ സ്നോഫോളാണ്. അപ്പം ഒരുപാട് രാത്രി മുതൽ ഇപ്പോഴും കുറേശ്ശെ പെയ്യുന്നുണ്ട് കേട്ടോ, വീഴുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെറുതായിട്ടൊക്കെ വീഴുന്നുണ്ട്, വെള്ളം ഒലിച്ച് വീഴുന്നുണ്ട്, ഐസൊക്കെ വിട്ടു തുടങ്ങുന്നുണ്ട്. പിന്നെ ഓരോ വണ്ടിയുടെയൊക്കെ മുകളിൽ ഇത് കൂടുതൽ ധാരാളമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയി തുടങ്ങി. എന്നിട്ടിപ്പോൾ ഈ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങ് വരെ നോക്കിയത് മഞ്ഞ് പുതഞ്ഞ് നിൽക്കുന്നുണ്ട്. ആകാശവും ഇപ്പോൾ വീട് മുട്ടി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുമല്ലേ? സെയിം കളറിൽ ആകാശത്തിൻ്റെ കളർ മൊത്തം വായിട്ടായിട്ടിരിക്കുന്നു അല്ലേ? ഒരു ബ്ലൂ കളർ പോലും ആകാശത്ത് സ്കൈയിൽ കാണാൻ പറ്റുന്നില്ല എനിക്ക്. അതുകൊണ്ട് നമ്മുടെ വീടും ആകാശമൊക്കെ ഒന്നിച്ച് മുട്ടി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. രാവിലെ ഇതിലിറങ്ങി നടന്നപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നടക്കാൻ പറ്റത്തില്ല, വീണ് പോണ അവസ്ഥയാണ്. അപ്പം ഇച്ചിരി വെറ്റായിട്ടുള്ള ഭാഗത്ത് ഒട്ടും നടക്കാൻ മേല. മറ്റേ കട്ടി കൂടിയുള്ളതുണ്ടോ, കട്ടി കൂടിയുള്ള സ്ഥലത്തൂടെയൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ നടക്കാം, വേദനയ്ക്കാതെ നമ്മൾ വീഴാതെ നമുക്ക് സ്ലിപ്പാകാതെ നടക്കാൻ പറ്റും. അല്ലെങ്കിലുണ്ടല്ലോ ഇത് സ്നോ കട്ടി കിടക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ സ്നോ അങ്ങ് മെൽറ്റായി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക് നടക്കാൻ. ഭയങ്കര പേടിച്ച് സൂക്ഷിച്ച് കൊണ്ട് നടക്കാനായിട്ട്. വണ്ടികളൊക്കെ ആണെങ്കിലും പോകാൻ വണ്ടി എടുത്തുകൊണ്ട് പോകണം. ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടി തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വണ്ടി ഇവിടെ തന്നെ കിടക്കോട്ടെ, ആരും എങ്ങോട്ടും പോയിട്ടില്ല. ജസ്റ്റ് ഡ്യൂട്ടിയുള്ളവർ മാത്രം കണ്ടേ പുറത്തിറങ്ങിയിട്ടുള്ളൂ, അല്ലാത്തവരാരും ഇവിടെ പുറത്തിറങ്ങിയിട്ട് കാണുന്നില്ല. അങ്ങ് വരെ നോക്കിയാൽ നമ്മുടെ വ്യൂ ഇതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പം, നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പം, നമ്മുടെ ബെഡ്റൂമിൽ നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ സീനറി ആട്ടോ അത് അടുത്ത സൈഡിലെ. അപ്പോൾ സ്നോ ആയതുകൊണ്ട് ഞാൻ അവിടുത്തെ കാലാവസ്ഥയൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. ഇവിടുത്തെ ക്ലൈമറ്റുകളും ഒക്കെ അങ്ങ് ദൂരെ ഇരിക്കുന്നവർക്കും പല പല സ്ഥലത്തിരിക്കുന്നവർക്കും ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ രസമല്ല അല്ലേ? സ്നോയെക്കുറിച്ചും സ്നോയിൽ കൂടെ നടക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടമല്ലേ? അപ്പം ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കാം. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും, നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഹീറ്ററൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. നല്ല കമ്പിളി ഉടുപ്പൊക്കെ ഇട്ട് നമ്മൾ പുതച്ച് മൂടിയിരിക്കുക. കുറച്ചുകൊണ്ടുള്ള ഇറങ്ങാനേ നമുക്ക് വയ്യ, അതുപോലെ തണുപ്പ്. നമ്മൾ ജസ്റ്റ് വീടിനകത്ത് നിന്ന് എല്ലാവരും വീടിനകത്ത് സെറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ ക്ലൈമറ്റ്. ഇപ്പോൾ രാവിലെ ഞാൻ പിടിക്കുമായിരുന്നെങ്കിൽ കുറേ കൂടെ കിട്ടിയാനേ, പക്ഷേ ഇപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട്. അന്നേരമാണ് ഞാൻ എടുക്കുന്ന ഏതൊക്കെയായാലും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് കാണിക്കാമെന്ന് ഓർത്തു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ബൈ ബൈ. നല്ല വീഡിയോസൊക്കെ ആയിട്ട് വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.